കർത്താവിൻ്റെ അതിനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു, ഹെബ്രോമല യെഫുന്നയുടെ മകനായ കാലേബിനെ അവകാശമായി കൊടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യെഫുന്നയുടെ മകനായ കാലേബിനെ ഹെബ്രോമല അവകാശമായി കൊടുത്തു എന്നുള്ളതാണ്. യെഫുന്നയുടെ മകനായ കാലേബിനെ കുറിച്ചാണ് നാം തിരുവചനത്തിൽ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. യഹോവയായ കർത്താവിനെ വളരെ വിശ്വസ്തയോടെ അനുഗമിച്ചവരിൽ ഒരാളാണ് ഈ കാലേബ് എന്ന് പറയുന്ന വലിയ പരാക്രമശാലി എന്ന് വേണം കാലേബിനെ പറയാൻ. വളരെ വിശ്വസ്തയോടും നീതിയോടും കൂടി വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ യഹോവയായ ദൈവത്തെ അനുഗമിക്കുന്നതിൽ കർത്താവിൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി അവൻ ശക്തമായി നിൽക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കാലേബ് എന്ന് പറയുന്നയാൾ. ഹല്ലേലൂയ. കാലേബ് എന്ന വാക്കിൻ്റെ അർത്ഥം കഴിവുള്ളവൻ, സാമർഥ്യമുള്ളവൻ, ധൈര്യമുള്ളവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഹല്ലേലൂയ. അപ്പം കാലേബിനെ സംബന്ധിച്ച് പറയുമ്പോൾ കാലേബ് വളരെ ധൈര്യമുള്ളവനാണ്, സാമർഥ്യമുള്ളവനാണ്, ധൈര്യമുള്ളവനാണ്. പ്രൈസ്. അപ്പം നമുക്ക് കഴിവും സാമർഥ്യവും ധൈര്യവും ഒരു വ്യക്തിയിൽ ഉൾക്കൊണ്ട് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥമായി പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം കഴിവും സാമർഥ്യവും ധൈര്യവും കുറവാണ്. അങ്ങനെയുള്ളവർ ഏത് സാഹചര്യത്തിലും എല്ലാത്തിനും ഭയപ്പെട്ട് മാറി നിൽക്കും. എന്നാൽ കാലേബിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന തന്നിൽ ഉള്ള ദൗത്യത്തിൽ നിന്ന് പിന്മാറി നിൽക്കുവാൻ കാലേബ് ഒരുങ്ങാതെ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഹല്ലേലൂയ കാലേബ് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈ വചനഭാഗം ഞാനും നിങ്ങൾ വായിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ ആ ഭാഗത്ത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ ആ സാന്നിധ്യത്തില് നാം ഏത് സമയത്തും കഴിവുള്ളവനും സാമർഥ്യമുള്ളവനും ധൈര്യമുള്ളവനായി നിന്ന് കർത്താവിന്റെ മഹത്വമേറിയ വേല ചെയ്യണമെന്നാണ് പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയോടും പറയുവാനുള്ളത്. അതിന് നാം കാലേബിനെ തന്നെ മാതൃകയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭാഗത്ത് മുന്നേറാൻ കഴിയുള്ളൂ. പ്രൈസ്. ഇവിടെ ദൈവത്തിന്റെ വചനമായി ദൈവമക്കൾ കാലേബിനെ പോലെ സ്വഭാവ ഗുണങ്ങളുള്ളവരായി കർത്താവിന് വേണ്ടി ജീവിക്കണം. പുതിയ നിയമസഭ കാലേബിനെ പോലെ സ്വഭാവ ഗുണങ്ങളോടുകൂടി ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി അഥവാ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ലോകത്തിന് വേണ്ടിയിട്ടല്ല നാം ജീവിക്കുന്നത്, കർത്താവിന് വേണ്ടി ജീവിച്ച് മഹത്തായ കാര്യങ്ങൾ പ്രവർത്തിക്കണം. പ്രൈസ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അതിനിടയിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാം, പ്രതിസന്ധികൾ സംഭവിക്കാം. എന്തെല്ലാം ദുരന്തങ്ങൾ സംഭവിച്ചാലും പ്രതിസന്ധികൾ സംഭവിച്ചാലും അതിനെ ഓർത്ത് വിലപിച്ചും നിലവിളിച്ചും അതിനെക്കുറിച്ച് പരിതാപങ്ങളും പരിഭവങ്ങളും പറഞ്ഞ് ഞാനും നിങ്ങൾ ഒതുങ്ങിപ്പോയാൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ സമയമില്ലാതെ വരും. അതുകൊണ്ട് ജീവിതത്തിൽ ഹല്ലേലൂയ നേരിടുന്ന പ്രതിസന്ധികളെ മറന്നിട്ട് ഹല്ലേലൂയ കാലേബിനെ പോലെ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് നീ യഥാർത്ഥ ഭക്തനായി മാറുന്നത്. രക്തചയം ജീവിതത്തിൽ പിന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന പല പ്രതിസന്ധികളും കടന്നു വരാം. ശാരീരിക, മാനസിക, ആത്മീയ, ഭൗതിക മേഖലകളിൽ തളർച്ചകൾ കടന്നു വരാം. ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന വിധത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം. മനുഷ്യൻ ഓരോ ദിവസം ചെല്ലുന്തോറും പ്രായം വർദ്ധിച്ചുകൊണ്ടിരിക്കും, ആരോഗ്യസ്ഥിതി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ കാലേബിനെ പോലെ ഉറച്ചു നിന്ന് വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ശക്തമായി പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ അതിന് തയ്യാറാകണമെന്നാണ് ദൈവാത്മാവി പ്രഭാതത്തിൽ ശക്തമായി ദൂതുകൾ പറയുന്നത്. രക്തചയം ഹല്ലേലൂയ. ഇവിടെ ഹെബ്രോൻ മല കാലേബിന് കൊടുത്തു എന്നുള്ളത് നമ്മൾ യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യോശുവയുടെ പുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ച ഭാഗം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഭക്തനും യോദ്ധാവുമായിരുന്ന കാലേബിന്റെ വിശ്വാസത്തിന്റെ ഉന്നത ശൃംഗത്തിലേക്ക് അവൻ എത്തിയിരിക്കുക. അനാഖ്യമല്ലന്മാരുടെ അധിവാസ കേന്ദ്രമായിരിക്കുന്ന ഹെബ്രോൻ മല
അവകാശമായി തരുവാൻ കാലേബ് ആമേൻ പറയുക. ഇത് അനാഖ്യ മല്ലന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഹെബ്രോൻ മല. അനാഖ്യ മല്ലന്മാരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും അനാഖ്യ മല്ലന്മാർക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹെബ്രോൻ മല കാലേബിന് അവകാശമായി തരുവാൻ കാലേബ് ആവശ്യപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ 85 വയസ്സുള്ള വൃദ്ധൻ ഒരു യുവാവിന്റെ ചുറിയുറുക്കോടെ അനാഖ്യ മല്ലന്മാരെ കീഴടക്കാം എന്ന് പ്രഖ്യാപിക്കുക. ഈ ഹെബ്രോൻ മല കാലേബിന് യോശുവ വിവാഹിച്ചു കൊടുക്കുമ്പോൾ അന്ന് കാലേബിന് 85 വയസ്സാണ്. 85 വയസ്സുള്ള ഒരു വൃദ്ധനാണ് പറയുന്നത്, അനാഖ്യമല്ലന്മാരെ ഞാൻ തോൽപ്പിക്കും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി, പ്രായം നിനക്കൊരു വിഷയമല്ല, ആരോഗ്യം നിനക്കൊരു സ്ഥിതി ഒരു പ്രശ്നമല്ല. ഇതൊക്കെ പറഞ്ഞ് നീ മാറി നിൽക്കാതെ 85-ാമത്തെ വയസ്സിൽ കാലേബ് അനാഖ്യമല്ലന്മാരെ തോൽപ്പിച്ച് ഹെബ്രോൻ മല കീഴടക്കുമെന്ന് പറഞ്ഞതുപോലെ നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നീ മറ്റുള്ളതിനെ കണ്ട് ഭയപ്പെടാതെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്ത് നീ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പം വളരെ ചുറിയുറുക്കോടെ നമ്മൾ പ്രവർത്തിക്കണം. 45 വർഷം മുമ്പ് അതേ അനാഖ്യമല്ലന്മാരെ കണ്ടപ്പോഴാണ് ഇസ്രായേൽ ജനം അമലിയ ഭയവിഹലരായി മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചത്. ഒരു 45 വർഷം മുമ്പ് ഈ അനാഖ്യമല്ലന്മാരെ തന്നെ കണ്ടതാണ്. കണ്ടപ്പോൾ അന്ന് ഇത് ഇസ്രായേൽ ജനം ഭയപ്പെട്ടു പോയി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവരെ പാമെ തോൽപ്പിക്കാൻ കഴിയില്ല, ഞങ്ങൾ മടങ്ങിപ്പോകുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും എന്ന പ്രവചനം കാലേബിന്റെ ജീവിതത്തിൽ വലിയ അർത്ഥവത്തായി മാറി. ഒരു കൂട്ടം ജനം ഭയപ്പെട്ട് മാറിയപ്പോൾ കാലേബ് അവിടെ വിശ്വസ്തയോടെ കൂടെ നിന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അതേ സ്നേഹിത, അതേ ശ്രോതാവേ, യഹോവയെ കാത്തിരുന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് യെഫുന്നെയുടെ മകനായിരിക്കുന്ന കാലേബ് ഹെബ്രോൻ മല നിറഞ്ഞത് അനാഖ്യമല്ലന്മാരെ തുരത്തി എറിഞ്ഞതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ദൈവമക്കൾക്കും വിരോധമായിരിക്കുന്ന അനാഖ്യമല്ലന്മാരെ തുരത്തി എറിയുവാൻ കാലേബിനെ പോലെ ചുറിയുറുക്കോടെ നീ ദൈവത്തിൽ ഉറപ്പോടെ നിൽക്കണം. ഹല്ലേലൂയ. നമുക്ക് വേണ്ട ആത്മധൈര്യമാണ്. ആത്മധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ശത്രു എത്ര പ്രബലനായിരുന്നാലും നമ്മൾ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ശത്രു പരാജയപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് ഈ കാലഘട്ടത്തിൽ വലിയ ദൗത്യത്തെയാണ് ദൈവസഭ ഏൽപ്പിക്കുന്നത്. വലിയ ശുശ്രൂഷകളെയാണ് കർത്താവ് ഏൽപ്പിക്കുന്നത്. രാഷ്ട്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനാഖ്യമല്ലന്മാരെ നീക്കി ഒരു ശക്തമായ ആത്മീയ ഉണർവ് നമ്മുടെ ലോക രാജ്യങ്ങളിൽ സംഭവിക്കാൻ സമയമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ചുറിയുറുക്കോടെ ദൈവത്തിൽ എഴുന്നേറ്റ് പ്രവർത്തിപ്പാൻ സമയമായി. മയങ്ങുവാനുള്ള സമയമല്ലിത്. കാലങ്ങൾ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ജനം വളരെ പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ദേശം മുഴുവൻ അക്രമങ്ങൾ കൊണ്ട് നിറയപ്പെടുന്നു. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. രക്തചൊരിച്ചുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷമില്ലാതെ ദൈവസഭയും ദൈവമക്കളും തകർന്നുകൊണ്ടിരിക്കും. അവരെ തകർക്കാൻ പിശാച് പല പദ്ധതികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നടുവിൽ കാലേബിനെ പോലെ ഉണർന്ന് പ്രവർത്തിപ്പാൻ നിനക്ക് കഴിയണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹെബ്രോൻ എന്ന വാക്കിന് കൂട്ടായ്മ എന്നർത്ഥം. ആ സ്ഥലം പൂർണ്ണമായി അവകാശമാക്കുവാൻ 3 അനാഖ്യമല്ലന്മാരെ അവിടെ നിന്നും നീക്കിക്കളയേണ്ടിയിരുന്നു. കൂട്ടായ്മയ്ക്ക് തടസ്സമായിരിക്കുന്ന അനാഖ്യമല്ലന്മാരെ ഫിലിപ്പി ലേഖനം 2-ൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതെ, സ്തോത്രം. ഹല്ലേലൂയ. ഹെബ്രോൻ മല എന്ന് പറഞ്ഞ വാക്കിന് കൂട്ടായ്മ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ ദേശത്തെ പൂർണ്ണമായി അവകാശമാക്കുവാൻ അവിടുന്ന് 3 അനാഖ്യമല്ലന്മാരെ നീക്കണം എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അനാഖ്യമല്ലന്മാരെ നീക്കിക്കളഞ്ഞിട്ട് നീ ആത്മാവിൽ ബലപ്പെടണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. പണ്ട് ഹെബ്രോന് കിര്യത്തർബ എന്നായിരുന്നു പേര്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ അധിക സമയവും ഹെബ്രോൻ മലയിലാണ് അവരുടെ പരദേശവാസം കഴിച്ചതെന്നൊക്കെ നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയും. ഞാൻ ചരിത്രം കൂടെ പറഞ്ഞു പോയെന്നു മാത്രം. വീണ്ടും ഞാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. കാലേബ് കർത്താവിനെ ഉത്തമമായി അനുഗമിച്ച വ്യക്തിയാണ്.
കാലേബ് യഹോവയായ ദൈവത്തെ വളരെ വിശ്വസ്തയോടെ അനുഗമിച്ച വ്യക്തിയാണ്. മോശയ്ക്കും യോശുവയ്ക്കും വിശ്വസ്തനായ പാത്രമായി കാണപ്പെട്ടു. മോശയുടെ കൂടെ യോശുവയുടെ കൂടെ വിശ്വസ്തനായി കാലേബ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മോശ 12 പേരെ തിരഞ്ഞെടുത്തു. കാനാൻ ദേശത്തെ ഒറ്റുനോക്കുവാനായി അവരെ പറഞ്ഞയച്ചപ്പോൾ അവരിൽ 10 പേർ ദുർവർത്തമാനം കൊണ്ടുവന്നു. ഹല്ലേലൂയ. പഴയ നിയമം വായിക്കുമ്പോൾ അറിയാം, മോശ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് കാനാൻ ദേശത്തെ ഒറ്റുനോക്കുവാൻ അയച്ചു. അതിൽ 12 പേരും കാനാൻ ദേശം പോയി കണ്ടിട്ട് 10 പേര് ദുർവർത്തമാനമായിട്ടാണ് മോശയിലേക്ക് വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കനാനിലുള്ള ജനമൊക്കെയും അതികായകന്മാർ, അവർ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരാകുന്നു. അവിടുത്തെ പട്ടണങ്ങൾ ഉറപ്പും ഏറ്റവും വലിപ്പവും ഉള്ളവയാകുന്നു. 10 പേര് ഒന്നിച്ചു നിന്ന് പറയുമ്പോൾ 10 പേര് ഒന്നിച്ചു ദുർവർത്തമാനം പറയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ തോന്നിയെന്ന് അവർ പറയുന്നേ. അല്ലെങ്കിൽ എന്നെല്ലാം പറഞ്ഞതിന് ഇസ്രായേൽ വളരെ നിരാശരായി. ഞാൻ ഒന്നുകൂടെ ഭാഗം ആവർത്തിച്ച് പറയാം. ഹല്ലേലൂയ. കാനാൻ ദേശം ഒറ്റുനോക്കുവാനായി പോയ ആ 10 പേർ അവർ മടങ്ങി വന്നിട്ട് ദുർവർത്തമാനം കൊണ്ടുവന്നു. കാനാനുള്ള ജനമൊക്കെ അതികായകന്മാരാണ്. അവർ മല്ലന്മാരുടെ സന്തതികൾ അനാക്യ മല്ലന്മാരാണ്. അവിടുത്തെ പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയാണ്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി എന്നെല്ലാം പറഞ്ഞ് സാഹചര്യത്തെ നിരാശരാക്കി. ഹല്ലേലൂയ. നിങ്ങളെ ഭാഗം ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിൽ വരുമ്പോൾ, എന്നാൽ മറ്റു 2 പേരായി യോശുവയും കാലേബും, 12 പേരിൽ 10 പേര് ദുർവർത്തമാനം പറയുമ്പോൾ അതിൽ 2 പേരായി യോശുവയും കാലേബും എന്ത് ചെയ്തു? ജനത്തെ അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. കനാന്യരെ കാത്ത നിഴൽ അവരെ വിട്ട് അകന്നു പോയിരിക്കുന്നു. അവിടെയാണ് യോശുവയും ഹല്ലേലൂയ കാലേബും ഹല്ലേലൂയ അവിടെ തങ്ങളുടെ ധൈര്യം വെളിപ്പെടുത്തുകയാണ്. അവരുടെ കഴിവ് സാമർത്ഥ്യം വെളിപ്പെടുത്തുകയാണ്. അവർ പറയും, നാം ചെന്ന ദേശത്തെ കൈവശമാക്കണം, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. കനാന്യരെ കാത്തുന്ന നിഴൽ അവരെ വിട്ട് അകന്നു പോയിരിക്കുന്നു എന്ന വിശ്വാസ വാക്കുകൾ പറഞ്ഞ അവരെ കുറിച്ച് കർത്താവ് ആനന്ദിച്ചു എന്നുള്ളതാണ്. അത് യഹോവയ്ക്ക് പ്രസാദമായി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പ്രസാദമായി. മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടവരിൽ യോശുവയും കാലേബും മാത്രമേ കനാനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന സകല ജനത്തിലും സ്തോത്രം കനാനിലേക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞത് യോശുവയ്ക്കും കാലേബിനും മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ളവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോകാൻ സാധ്യതയായി. എന്ന് പറഞ്ഞാൽ 20 വയസ്സും താഴോട്ടുള്ള 20 വയസ്സ് താഴോട്ടുള്ളവരും യോശുവയ്ക്കും കാലേബും മാത്രമേ കനാനിലേക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഇവിടെ നാം ദൈവവചനം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, കാലേബ് അല്ലെങ്കിൽ വൃത്തനായ ശേഷവും ബലശാലി യുദ്ധവീരനും ധൈര്യമുള്ളവനുമായിരുന്നു എന്ന് കാലേബിനെ കുറിച്ച് കാണാൻ കഴിയും. കാലേബ് വൃത്തനായ ശേഷവും വളരെ ബലശാലി യുദ്ധവീരനും ധൈര്യമുള്ളവനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ബലശാലിയും നിങ്ങൾ പ്രാർത്ഥന പോരാളിയും നിങ്ങൾ വളരെ ധൈര്യമുള്ളവനുമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തെ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ഈ കാലഘട്ടം വല്ലാത്തൊരു അനുഭവമാണ്. ദൈവസഭയ്ക്കും ദൈവിക കൂട്ടായ്മയ്ക്കും എതിരെ അനാക്യ മല്ലന്മാരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കാലേബിനെ പോലെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം, രക്തം ചെയ്യും. നിങ്ങൾ ബലശാലികളായിരിക്കണം, പ്രാർത്ഥന വീരന്മാരായിരിക്കണം, ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവരായിരിക്കണം, ദൈവാലോചനയ്ക്ക് വിധേയപ്പെടുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാവിൽ ഉണർന്ന് പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ എന്ന് ദൈവത്തിന് നമ്മെ കേൾപ്പിക്കുകയാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, അല്ലെങ്കിൽ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു എന്ന് ഹല്ലേലൂയ, സ്തോത്രം, യോശുവ പറയുകയാണ്. ഹല്ലേലൂയ. യോശുവയുടെ മുമ്പാകെ ഹല്ലേലൂയ, സ്തോത്രം നിന്നിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ ഈ കാലേബ് പറഞ്ഞൊരു കാര്യമാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വൃത്തനായ ശേഷം അവൻ യോശുവയുടെ മുമ്പാകെ നിന്നു, ഇതാ താൻ അരുളി ചെയ്തതുപോലെ ജന്നെ ദൈവം ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. യോശുവയുടെ മുമ്പിൽ നിന്ന് കാലേബ് ഈ കാര്യം പറയുമ്പോൾ 85 വയസ്സാ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സ്തോത്രം
എന്നാൽ മോശ അമ്മ കാലേബിനെ അയച്ച നാളെന്ന് പറയുന്നത് 45 വയസ്സ്, നീണ്ട 40 വർഷം കൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എന്നിട്ട് പറയുന്ന അയച്ചു ആമി പടവെട്ടുവാൻ പോകുവാനും പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. കലേ പറയാ 45-ാമത്തെ വയസ്സിലെ ആരോഗ്യം പോലെ ഇന്നും പടവെട്ടുവാനും പോകുവാനും ജയിക്കുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. ഈശ്വരോ അന്ന് പറഞ്ഞതായി കാലേബിനോട് നിനക്ക് ഹെബ്രോൻ മല തരികെന്ന്. പക്ഷെ തൻ്റെ 85-ാമത്തെ വയസ്സിലും കാലേബ് പറയും എനിക്ക് ആ ഹെബ്രോൻ മല തരണം. ഈശ്വരോ അത് സ്നേഹിത, നീ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങൾക്കകത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ പ്രായപരിധി നോക്കാതെ, നിന്റെ ക്ഷീണങ്ങൾ നോക്കാതെ, നിന്റെ അല്ലെങ്കിൽ തടസ്സവാദങ്ങളുമായി നിൽക്കാതെ കാലേബിനെ പോലെ നീ ഹെബ്രോൻ മല അവകാശമാക്കിയെടുക്കുവാൻ, അതിന് നേരെ വ്യാപരിക്കതിനാക്കിയ മല്ലന്മാരെ നീക്കിയെടുക്കുവാനുള്ള ആത്മാവിന്റെ നിറഞ്ഞ അനുഭവമാണ്, ആത്മശക്തിയാണ് നിനക്ക് വേണ്ടിയത്. ഈശ്വരോ ഇന്ന് പലരും ക്ഷീണിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, പലരും തളർന്നുകൊണ്ടിരിക്കുകയാണ്, പലർക്കും ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. മനുഷ്യനോട് ആരോട് ചോദിച്ചാൽ രോഗം അല്ലെങ്കിൽ വിവിധ രോഗങ്ങൾ പറഞ്ഞ് അവർ സ്വയം ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം പലരും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ കാലേബ് തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളോ തൻ്റെ പരാജയങ്ങളോ തൻ്റെ കുറവുകളോ ഒന്നും നോക്കാതെ 45-ാമത്തെ വയസ്സിൽ തനിക്കുണ്ടായിരുന്ന അതേ ആരോഗ്യം ഇന്നുകൊണ്ട് ഇന്നും പടവെട്ടുവാനും പോകാനും ജയിക്കാനും എല്ലാം ഞാൻ സമർത്ഥനാണെന്ന് പറഞ്ഞ് ഹെബ്രോനെ അവകാശമാക്കി എടുത്തതുപോലെ ഇന്ന് പകൽ പരിശുദ്ധന്മാർ പുതിയ നിയമസഭയോട് പറയുന്നത്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നീ പ്രാപിച്ചെടുക്കുവാൻ നീ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം, അഭിഷേകത്താൽ നിറയപ്പെടണം. അല്ലേലൂയ ആത്മശക്തി നീ പ്രാപിച്ചെടുത്തേ മതിയാവും, രക്തം ചെയ്യും. അല്ലേലൂയ ഇവിടെ ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-13 വാക്യങ്ങൾ വായിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലേലൂയ മരുഭൂമി സഞ്ചരിച്ച കാലത്തെ യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ താൻ അരുളി ചെയ്തിരിക്കുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശയെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുവാനും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. കണ്ടോ, ഞാൻ ആ ഭാഗം വീണ്ടും നിങ്ങൾ വായിച്ച് ഓർപ്പെടുത്തിയത്, നമ്മൾ ആ ഭാഗമൊക്കെ വളരെ ശ്രദ്ധയോടെ വായിച്ചിട്ട് ദൈവത്തിനെ വളരെ ഇരുന്ന് പ്രാർത്ഥിക്കണം. 85 വയസ്സുള്ള ഒരു വൃദ്ധന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറ ഉണരണം. അല്ലേലൂയ ഇന്നത്തെ കാലങ്ങളിലെ തലമുറ ഉണരാതെ മയങ്ങിപ്പോയിരിക്കുന്നു, ദൈവവേലയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിങ്ങൾ ഈ കാലേബിനെയൊക്കെ വളരെ പ്രാർത്ഥനയോടെ വായിച്ച് മനസ്സിലാക്കി അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അല്ലേലൂയ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുകയും കാണുന്നത്, വാർദ്ധക്യത്തിലും കാലേബിന്റെ വിശ്വാസം കുറഞ്ഞുപോയില്ല. അല്ലേലൂയ അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ അഥവാ യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ ബലം പ്രാപിച്ചു നിന്നു. പ്രൈസ്. അത് നിങ്ങളുടെ വിശ്വാസം പ്രായമാകും തോറും കുറഞ്ഞു പോകാതെ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ, ആത്മശക്തി നഷ്ടപ്പെട്ടു പോകാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ കാലേബിനെ പോലെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഈ കാലേബ് പറയുക, ആ മല ഇപ്പോൾ എനിക്ക് തരിക എന്ന് ആവശ്യപ്പെട്ടു. അവന്റെ ഹൃദയം താഴ്വരകളിൽ വിശ്രമിക്കുവാനായി ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ കാലേബിന്റെ ഹൃദയം താഴ്വരകളിൽ വിശ്രമിക്കുവാൻ ആഗ്രഹിച്ചില്ല. അവൻ പറയുന്ന ഹെബ്രോൻ വരെ എനിക്ക് വേണമെന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ സ്തോത്രം അന്ത്യശ്വാസം വരെ മഹാപ്രവൃത്തികൾ ചെയ്യണമെന്ന് അവന് വാചിച്ചു. ഹല്ലേലൂയ കാലേബിന്റെ അന്ത്യശ്വാസം വരെ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് 92-ാം സംഗീതത്തിനൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 92-ാം സംഗീതത്തിനവൻ്റെ 12, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ഹല്ലേലൂയ അതെ വാർദ്ധക്യത്തിലും കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചവനാണ് ആമി യെഫുന്നയുടെ മകനായ കാലേബ് എന്ന് പറയുന്നത്. അവർ വാർദ്ധക്യത്തിലും അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കുമെന്ന്.
അതേ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ഫലം കായ്ച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് അല്ലേ സ്തോത്രം, ആമേ സ്തോത്രം. ഇവിടെ പനയും ദേവദാരു വൃക്ഷവും വിജയത്തെയും ദാഢ്യത്തെയും സൂചിപ്പിക്കുന്നു. പന നേരെ മുകളിലേക്ക് വളരുന്നത് പോലെ ദൈവത്തിന്റെ ചിന്ത ഉയരത്തിലുള്ള കാര്യങ്ങളാകണം. മരുഭൂമിയിൽ വളരുന്ന ഈന്തപ്പന ഇളം പ്രായം മുതൽ 100 വർഷങ്ങൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വിശ്വാസി പ്രായമേറിയവനായിരുന്നാലും പ്രായമേറിയാലും ഫലം പുറപ്പെടുവിക്കാനായിരിക്കണം. ദേവദാരു പോലെ 1000 വർഷം പഴക്കമുള്ള അതേ ആ വൃക്ഷം പോലെ നിങ്ങളുടെ ആത്മജീവിതത്തെ നിങ്ങൾ പുതുക്കി പണിയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തെ ഒരിക്കലും തകർത്ത് കളയാതെ കർത്താവിന് വേണ്ടി നിൽക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ കാലേബിനെ പോലെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ നിങ്ങളുടെ ആന്തരങ്ങളിലുള്ള ആഗ്രഹം വേണം. ഹല്ലേലൂയ. കാലേബിനെ പോലെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, സമയം അധികമില്ല. ലഭിച്ച സമയം നഷ്ടപ്പെടുത്തി കളയണ്ട. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ട് കർത്താവ് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ദേശത്ത് ദൈവം വലിയ ഉണർവിനെ അയക്കാൻ സമയമായി. രാജ്യങ്ങളിൽ വലിയ ഉണർവിനെ അയക്കാൻ സമയമായി. രാഷ്ട്രങ്ങളിൽ ഉണർവിനെ അയക്കാൻ സമയമായി. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിരി തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന സകല ജനത്തിന്റെ നടുവിലേക്കും ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നു. അന്ത്യകാലമാണത്. ഹല്ലേലൂയ. സകല ജഡത്തിന്മേലും ദൈവം തന്റെ ആത്മാവിനെ പകരുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ആമീൻ. ദൈവസന്നിധിയിൽ കാലേബിനെ പോലെ ഉണർന്ന് പ്രവർത്തിക്കാൻ നീ തയ്യാറാകാൻ, നീ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ദൈവസന്നിധിയില് രാജ്യത്തിന് വേണ്ടി രാഷ്ട്രങ്ങൾക്ക് ഇടിവിൽപ്പാൻ നീ തയ്യാറായാൽ, ദൈവം ഒരു ആത്മാവിന്റെ ഹല്ലേലൂയ ശക്തിയുടെ അനുഭവത്തെ ലോക രാജ്യങ്ങളിൽ അയക്കുക തന്നെ ചെയ്യും. ഒരു വലിയ കൂട്ടം ജനം കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറായി നിൽക്കുക. ഒരു വലിയ ഉണർവിന്റെ കാലഘട്ടമാണ്. ആമി പല വിഭാഗത്തിൽ നിന്നും ജനം യേശുവിലേക്ക് നടത്തപ്പെടുന്ന ദിവസങ്ങളായത്. ആമി എതിർപ്പുകളുടെ നടുവിലെ, പ്രതികൂലങ്ങളുടെ നടുവിലെ, വെല്ലുവിളികളുടെ നടുവിലെ ആമി നൽകി ഒരു വലിയ കൂട്ടം ജനം കർത്താവിനെ സാക്ഷീകരിക്കുന്ന ജനത്തിൽ സാക്ഷീകരിച്ച് ആമി കർത്താവിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് വിശ്വാസത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു വലിയ സമൂഹത്തെ ദൈവ ലോക രാജ്യങ്ങൾ ഒരുക്കിയെടുക്കാൻ പോവുകയാണ്. ആ ഒരു ഉണർവ് നിന്നിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുക. കാലേബിലൂടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്തതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നിലൂടെയാണ് അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നിങ്ങളുടെ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവമക്കൾക്ക് റിട്ടയർമെന്റ് എന്നൊന്നും ഇല്ല. ദൈവമക്കൾക്ക് റിട്ടയർമെന്റ് എന്നൊന്നും ഇല്ല. ഹല്ലേലൂയ. സർക്കാർ 58 വയസ്സാകുമ്പോഴോ കമ്പനികൾ 50-ാമത്തെ വയസ്സിലോ വിശ്രമം നൽകി അവര് പറഞ്ഞയക്കും. ഹല്ലേലൂയ. വിശ്രമിക്കുമ്പോൾ തന്നെ അനേകർ തളർന്നു പോകുന്നു, ഹൃദയത്തിൽ നിരാശ തോന്നുന്നു. ഇനിമേൽ എന്താണ് ചെയ്യേണ്ടത്? തളർവാദം വരാതെ, ആർക്കും ശല്യമാകാതെ ഒന്ന് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പലരും അമിലരിയ വീർപ്പൂട്ടുന്ന കാലഘട്ടമാണ്. ഇന്നത്തെ കാലഘട്ടം എന്താ ജനം പറയുന്നത്? എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി, ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതെ, ആർക്കും ഒരു പ്രശ്നമായി തീരാതെ, ആർക്കും ഒരു ശല്യമായി തീരാതെ, എങ്ങനെയെങ്കിലും അങ്ങ് കഴിഞ്ഞു പോയാൽ മതി, എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ നടുവില കാലേബ് പറയുന്നത്, 45-ാമത്തെ വയസ്സിൽ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ ഇന്ന് എനിക്ക് 85 വയസ്സാണ്. 85 വയസ്സിൽ 45-ന്റെ ആരോഗ്യം എനിക്കുണ്ടെന്ന്. അതുകൊണ്ട് ആ ഹെബ്രോൻ മല എനിക്ക് തരിക. അവിടെയുള്ള അനാക്യം മലന്മാരെ പടവിട്ട് ജയിച്ച് ഹെബ്രോൻ മല ഞാൻ കൈവശമാക്കുമെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, മടിയനായി അല്ലെങ്കിൽ നിന്നുകൊണ്ട് ആമി കർത്താവിന്റെ പേരെ ഉദാസനെ കണ്ടുകൊണ്ട് എങ്ങനെയും അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ആമി രാജ്യത്തിന്റെ രാഷ്ട്രം ഉണർവേണ്ടി നീ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവളായിരിക്കണം, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവളായിരിക്കണം. ഹല്ലേലൂയ. തന്റെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ കാലേബ് വാർദ്ധക്യത്തിലും ഫലം തരുന്ന മുന്തിരിവടിയായിരിക്കുന്നു. ഹല്ലേലൂയ. അതേ കാലേബ് വാർദ്ധക്യത്തിലും ഫലം നൽകുന്ന മുന്തിരിവടിയായി നിന്നതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ നാളുകൾക്ക് തക്കവണ്ണം നിങ്ങൾക്ക് ബലമുണ്ടായിരിക്കുവാൻ ആമി നിങ്ങൾ കർത്താവിൽ നിന്ന് ബലം പ്രാപിച്ചുകൊണ്ട് യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കി ആമി തളർന്നു പോകാതെ ദൈവത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടമായി മാറട്ടെ. രക്തം ചെയ്യും. പ്രൈസലോ. നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയരുത് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തെ തകർത്ത് കളയരുത്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കണം. രക്തം ചെയ്യും.
ആമേൻ. മരണം എപ്പോൾ വരുമോ ആ സമയം വരെ, മരണം ഏത് സമയത്തും വരാം, ഏത് സമയത്തും മരണം നമ്മളെ കൊണ്ടുപോകാം, മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുവരെയും കർത്താവിന് വേണ്ടി കാലേബിനെ പോലെ ഉണർന്ന് പ്രവർത്തിപ്പാൻ നിനക്ക് കഴിയുമ്പോഴാണ് നിന്റെ ആത്മജീവിതത്തിനകത്ത് നിനക്ക് സന്തോഷിപ്പാൻ കഴിയുള്ളൂ. പ്രൈസലോ. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ അല്ലേലൂയ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളെ കവിഞ്ഞ് ദൈവവേലയ്ക്ക് വേണ്ടി സമയത്ത് ചെലവഴിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഉപാധികൾ പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു തീരുമാനം നീ എടുക്കണം. കാലേബിനെ പോലെ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം, കാലേബിനെ പോലെ ഉറച്ച പ്രത്യാശ ഉണ്ടായിരിക്കണം, കാലേബിനെ പോലെ നീ കഴിവുള്ളവനായി, ധൈര്യമുള്ളവനായി, സാമർഥ്യമുള്ളവനായി. ഹല്ലേലൂയ. അനാക്യ മല്ലന്മാരെ കണ്ട് ഭയപ്പെട്ടു പോകാതെ, താഴ്വരയിൽ അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകാതെ കാലേബ് ഹെബ്രോനിലെ അവകാശപ്പെടുന്നത് പോലെ നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി നീ ഉണർന്ന് പ്രവർത്തിക്കണം. രക്തം ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ വളരെ ശക്തമായ ദൂത് ദൈവം നിന്നിലൂടെയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. ദൈവം നിന്നിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് കഴിയാത്തത്, നിനക്ക് ചെയ്യുവാൻ കഴിയാത്ത, നിനക്ക് അസാധ്യമെന്ന് തോന്നിയ പല കാര്യങ്ങളിലും ദൈവം നിന്നെ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ നടുവില് നീ തളർന്നു പോകരുത്. വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്ന് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിപ്പാൻ നീ കാലേബിനെ പോലെ ഉറപ്പുള്ളവരായി മാറട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും. 103 സംഗീതത്തിനൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 103 സംഗീതത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ യൗവനം കഴുകരെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അത് 85-ാമത്തെ വയസ്സിലും കാലേബിന് ഈ വചനം യാഥാർത്ഥ്യമാണ്. അവന്റെ ജീവിതത്തിൽ ഈ വചനം അനുഗ്രഹമാണ്. അവൻ നിന്റെ യൗവനം കഴുകരെ പോലെ പുതുക്കി വരത്തക്കണം. കാലേബിന്റെ ജീവിതത്തിനകത്ത് പുതിയ അനുഭവത്തെ ദൈവം കൊടുത്തെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. നിന്റെ ക്ഷീണത്തെ മാറ്റുവാൻ, നിന്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ, നിന്റെ വെല്ലുവിളികളെ മാറ്റുവാൻ, നിന്റെ ദുഃഖങ്ങളെ മാറ്റുവാൻ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റിയിട്ട് ശക്തമായി ശുശ്രൂഷയ്ക്കായി ദൈവം നിന്റെ ആത്മാവിൽ ഒരുക്കിയെടുക്കാൻ പോവുകയാണ്. ശക്തമായ ദൂതുകൾ ദൈവം നിനക്ക് നൽകി, ശക്തമായ ആലോചനകൾ നൽകി, വെളിപ്പാടുകൾ നൽകി, ശക്തമായ നിയോഗം നൽകിയിട്ട് ദൈവം നിന്റെ ശക്തമായി കരങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. ഈ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോനിലെ യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അത് നിങ്ങൾക്കും കാലേബിനെ പോലെ ആഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നുവരെ നിങ്ങളുടെ ജീവിതത്തിൽ തളർന്ന അവസ്ഥയാണോ, തകർന്ന അവസ്ഥയാണോ, നിരാശയാണോ, അവയെല്ലാം മാറ്റിയിട്ട് ആത്മാവിൽ ഉണർന്ന് കർത്താവിന് വേണ്ടി ശക്തമായി നിൽപ്പാൻ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? യേശുവേ, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പിന്മാറാതെ കാലേബിനെ പോലെ ഉണർന്ന് നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ആത്മശക്തി എൻ്റെ മേലിന്ന് പകരണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ എൻ്റെ മേലിന്ന് പകരണമേന്ന് നിങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ യേശു നിങ്ങളുടെ മേൽ വലിയൊരു ദൈവസാന്നിധ്യം അയക്കും, വലിയൊരു അഭിഷേകത്തെ അയക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. ഇതുവരെ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിപ്പത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കാൻ കഴിയുമോ? യേശുവേ, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുക, എന്നെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുക. ഞങ്ങളുടെ കുടുംബത്തെയും കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കണമേ. ശുശ്രൂഷയില്, ആരാധനയില്, പ്രാർത്ഥനയില് എല്ലാ കർത്താവ് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയവരെയും ചെറിയവരെയും ഉള്ളോട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യൗവനത്തിലും വാക്കിലും രാജ്യത്തിൽ അശന യാചകർ ഓർഫനേജിൽ തടവറയിലായിരിക്കുന്ന എല്ലാവരും അടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ നേതാക്കൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാരെ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള നേതാക്കൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലകളെ, ഗോത്രവിഭാഗങ്ങളെ, കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാക്കുന്ന BSF, CRPF, കർത്താവി നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, കർത്താവി ക്രമസമാധാന പാലകരെ, അല്ലെങ്കിൽ കർത്താവ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഒക്കെ ഓർക്കുന്നു. ജുഡീഷ്യൽ
അന്വേഷണ വിവിധ വിഭാഗങ്ങളെ ഓർക്കുന്നു. പോലീസിന്റെ വിവിധ വകുപ്പുകളെ ഓർക്കുകയാണ്. കർത്താവ് കരയിലും കടലിലും ആകാശമാർക്കും വാഹനം ഓടിക്കുക, യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മാണത്തിൽ സെയിൽസ് ചെയ്യുന്നവർ, ആമക്കടലോര വാസികൾ, തീരദേശവാസി, മത്സ്യബന്ധനരായിരിക്കുന്നവർ, സമുദ്രത്തിലെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, കർത്താവ് കരികളിൽ, കമ്പനികൾ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് ജോലി ചെയ്യുന്നവർ, കർത്താവ് എല്ലാ ചെറുതും വലുതുമായി വഴിയോര കച്ചവടക്കാർ, വ്യാപാരി, വ്യവസായികളെ അവിടുത്തെ കരകളിൽ ഏൽപ്പിക്കുകയാണ്. സകല മേഖല, പുതുമേഖല, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖലയായിരിക്കുന്നവർക്കായി മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗത്ത്, ചലച്ചിത്ര, മാധ്യമ, മീഡിയ നേതൃത്വം നൽകുന്ന സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ഭരണപ്രദേശ പാർട്ടികളെ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കേരളത്തിനും ഭാരത വിദേശ രാജ്യങ്ങളുമായി ഇരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനത്തിനായി, ഇന്ത്യ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, 29 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങളെ 140 കോടിയിലും ജനത്തിനായി, കേരളത്തിനായി 14 ജില്ലകളെ ഓർത്ത് പ്രാർത്ഥി. കാലവർഷം പലയിടത്തും പെയ്തിറങ്ങുന്നു. നാശനഷ്ടങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ വർദ്ധിക്കുന്നു. അവിടെ എല്ലാം ദൈവം സൂക്ഷിക്കണമേ. അനവധി ജീവിതങ്ങൾ ഓരോ ദിവസം പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ വളരെ വിശ്വസ്തയുടെ ദൈവഭയമുള്ളവരായി ജീവിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്മെ മദ്യത്തിൽ മയക്കുകയും പഞ്ച് ലഹരി പദാർത്ഥപ്പെട്ടവർ വിടിവിക്കപ്പെടുവാൻ, ക്രിമിനൽ കേസുകളകപ്പെട്ട് ജയിലിൽ കിടന്ന് വിടിവിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത കുടുംബം സമാധാനം കൊടുക്കണം. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. വാർത്തയ്ക്ക് സ്ഥിരമായ ഭാരപ്പെട്ട് വിടിവിക്കണം. ജന്മനാ വൈകലുള്ളവർക്ക് ആശ്വാസ സമാധാനം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ കഷ്ടതയുടെ കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യം നടുവിൽ കടന്നു പോകുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ദേശരാജ്യങ്ങൾ ജോലി ചെയ്യുന്നവർക്കായി സ്തോത്രം. അവിടെ യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിസ നഷ്ടപ്പെട്ട, ജോലി നഷ്ടപ്പെട്ടവർ, നാട്ടിലേക്ക് മടങ്ങി കഴിയാതെ ഭാരപ്പെട്ട, വിവിധ കേസ് ജയിലിലടക്കപ്പെട്ടവർ, ദേശരാജ്യങ്ങളിലേക്ക് കടന്നുപോയി കഷ്ടസഹിക്കുന്ന സൗര്യമാർ, എല്ലാം ഞങ്ങൾ സമയത്ത് ഓർക്കുകയാണ്. എല്ലാവരുടെ പേരും ദൈവസാന്നിധ്യം നയിക്കണമേ. ഈ ജനം ദൈവത്തെ ഭയപ്പെട്ട് കാലവീരെ പോലെ കർത്താവ് ഉണർന്ന് പ്രവർത്തിപ്പാൻ ഈ ജനത്തെ ആത്മാവിൽ നിറയ്ക്കേണ്ടതായിട്ട് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വിരിയേറെ നാമത്തിൽ തന്നെ. ആമേൻ.